ഞാൻ ഉത്തരം പറയാം. പറഞ്ഞു സിദ്ദീഖിന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ സുന്നികളെ മഹലിൽ കൊടുത്തിട്ട് ലാസ്റ്റ് ഖബറടക്കം നടത്തുന്നത്? അതാ സിദ്ദീഖ് ചോദിച്ചത്. അസ്രഫിന്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടതാണ് ഇതില്. പിന്നെ അസ്രഫിന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് സലഫി പള്ളി ഉണ്ടാക്കി ഇങ്ങോട്ട് പള്ളി ഉണ്ടാക്കികള് എന്ത് കാരണമാണ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ നമ്മളെ സുന്നി മസ്ജിദ് നൂറാനി അല്ല, കരിഞ്ചീത്തോട് ആയിക്കോട്ടെ, പിന്നെ കൈപ്പുറ മഹലായിക്കോട്ടെ, പിന്നെ നൂറാനി മഹലായിക്കോട്ടെ, ഇങ്ങോട്ട് നിങ്ങൾ മരിച്ച അങ്ങോട്ട് മുന്നോട്ട് പിന്നെ നിങ്ങൾക്ക് ഈ പള്ളിക്ക് എന്താ ഖബർസ്ഥാൻ ഉണ്ടാക്കിയാല് അതെന്താന്ന് വെച്ചാലേ നമ്മളിപ്പോ ഈ ഇവിടെ ഈ നമ്മളെ അസ്രഫിന്റെ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞു. കരിഞ്ചീത്തൊടി മഹല് അതുപോലെ തന്നെ നൂറാനിയ മഹലൊക്കെ മഹല് പോലെ രൂപീകരിക്കാൻ നമ്മൾ പെട്ടെന്ന് കയറി ചെന്നാൽ നടക്കൂല. അഥവാ വെച്ചാല് ഈ രാഷ്ട്രീയം കൊണ്ട് മുന്നിട്ട് വരുമ്പോൾ ഒരു പള്ളി ഉണ്ടാക്കണം, ആ പള്ളിയിൽ നമുക്ക് മുജാഹിദീങ്ങൾക്ക് ഒരു ഖബർസ്ഥാൻ വേണം എന്നൊരു ആശയം കൊണ്ടുവരണമെങ്കിൽ ഇത് വേണ്ടേ? അപ്പൊ നിങ്ങൾ ഈ ആശ്രയം ഇല്ലാതെ നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് സെൽഫി പള്ളിയാണ്. പിന്നെ ചെങ്ങായി ഒന്നും പറയില്ല എന്നോട്, പള്ളിയുടെ ഒരു മഹലിന്റെ ആ കീഴെ തൊട്ടടുത്ത് നിന്നാണ് വരുന്നത് മറ്റേ നെടുങ്ങോട്ടോ പള്ളി. പള്ളിക്ക് എങ്ങനെ ഉച്ചത്തിൽ ബാങ്ക് വിളി കേട്ടിട്ട് സെൽഫി പള്ളി നെടുങ്ങോട്ടോ പള്ളിക്ക് സ്പീക്കറിലാണല്ലോ പുറത്തേക്ക് ബാങ്ക് കേൾക്കാതെ നിങ്ങള് മറ്റേ പള്ളി നിന്നൊക്കെ ബാങ്ക് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പള്ളിയാന്ന് അംഗീകരിച്ചിട്ടില്ല? അതാലോചിച്ചോളൂ, അത് പള്ളിയാന്ന് അംഗീകരിച്ചിട്ടില്ല പറയാൻ എനിക്ക്. പിന്നെ ഈ മഹല്ല് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ കാര്യമല്ല. കാരണം എന്താ വെച്ചാല് ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ അതിൻ്റെതായ പിന്നെ കാര്യങ്ങൾ നടത്താണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്കൊരു പുതിയ മഹലും പിന്നെ അതുപോലെ തന്നെ ഖബർസ്ഥാനി ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഗവൺമെന്റിന്റെ പിന്നെ പെർമിഷൻ കിട്ടണം. അത് പെട്ടെന്ന് പോയാൽ നമുക്ക് പെർമിഷൻ കിട്ടൂല. ഇപ്പൊ ഓൾറെഡി ഇവിടെ നൂറാനിയ മഹലുണ്ട്, പിന്നെ കരിഞ്ചീത്തൊടി മഹലുണ്ട്, പിന്നെ കൈപ്പുറ മഹലൊക്കെ ഉണ്ട്. അപ്പൊ ഈ മഹലുണ്ടാകുമ്പോ പ്രത്യേകിച്ച് വേറൊരു മഹലില് പെട്ടെന്ന് തട്ടിക്കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ ജമാഅത്തേരും പിന്നെ ഈ മഹല്ലുകളിലെ ഖബർസ്ഥാനിയാണ്, സുന്നികളുടെയും ഖബർസ്ഥാനിയാണ്, AP-ക്കാർ EK-ക്കാർ ഒക്കെ ഖബർസ്ഥാനി. അതുപോലെ തന്നെയാണ് ഈ സലഫികളുടെയും മുജാഹിദീങ്ങളുടെയും ഖബർസ്ഥാനിയാണ്. ഇവരൊക്കെ വാപ്പകാരന്മാരായിട്ട് ഖബർസ്ഥാനി ഈ മഹല്ലുകളിലാണ്. അതിന് പ്രത്യേകിച്ച് ആവശ്യമില്ല. നമ്മളെല്ലാവരും മുജാഹിദീങ്ങളല്ല, വാപ്പകാരന്മാര് ഇത് പറിച്ചുണ്ടായത് സുന്നി